നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഭയങ്കര കാറ്റങ്ങൾ അടിച്ചിട്ട് ഔറത്ത് അങ്ങോട്ട് പോയി. ഔറത്ത് മറക്കൽ നിസ്കാരത്തിന്റെ ശബ്ദമാണ്. നിസ്കാരത്തിൽ കരയാൻ പറ്റും, നിസ്കാരത്തിൽ ചിരിക്കാൻ പറ്റും, അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവും. ചില നിസ്കാരങ്ങളിലൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ ഉള്ള ഖുർആനോത്ത് നിസ്കാരത്തിലൊക്കെ കേട്ട ചിലപ്പോൾ കരച്ചിലൊക്കെ കാണാൻ പറ്റും. ഷാഫി മദ്ഹബ് പ്രകാരം കരച്ചിലോ അല്ലെങ്കിൽ ചിറിയിലോ അല്ലെങ്കിൽ തുമ്മൽ കൊണ്ടോ തൊണ്ട അനക്കൽ കൊണ്ടോ ഒക്കെ അർത്ഥമുള്ള ഒരക്ഷരം അല്ലെങ്കിൽ അർത്ഥമില്ലാത്ത രണ്ടക്ഷരം പുറപ്പെട്ട നിസ്കാരം ബാത്തിലാവും. ചില ആൾക്കാർ നിസ്കാരത്തിൽ ഇമാമിന് ചിലപ്പോൾ സലാം വിട്ടാൻ വൈകാതെ തുടങ്ങും. അവിടുന്ന് ഒരു വാക്കുന്ന്, അപ്പൊ ഇവിടുന്ന് ഒരു വാക്ക്, ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കൽ. ഈ സമയത്ത് രണ്ടക്ഷരം പുറപ്പെട്ട നിസ്കാരം ബാത്തിലായി. അതിൽ അർത്ഥമുള്ള ഒരക്ഷരം എന്ന് പറഞ്ഞത് ഫി ഫി പോലത്തെ അറബി അക്ഷരങ്ങളൊക്കെ പുറപ്പെട്ടാൽ അതിന് അർത്ഥമുണ്ട്. അങ്ങനത്തെ അക്ഷരങ്ങളൊക്കെ പുറപ്പെട്ടാൽ നിസ്കാരം ബാത്തിലായി പോകും. നല്ല ശ്രദ്ധ വേണം. എന്നാൽ ഫാത്തിഹ ഓതാൻ ഒരാൾക്ക് തടസ്സം വരുന്ന പോലത്തിൽ കാപ്പും പട അടങ്ങി, അപ്പൊ ഫാത്തിഹ ഓതാൻ കിട്ടൂല. അല്ലെങ്കിൽ അങ്ങനത്തെ ഫറളായ കൗലിയായ റുക്കിനുകൾ അത്തഹിയാത്ത് പോലത്തെ സലാം വിട്ടൽ പോലത്തതൊക്കെ പറയാൻ പ്രയാസപ്പെട്ടാൽ ആ സമയത്ത് തൊണ്ടനക്കൽ കൊണ്ട് അക്ഷരം പുറപ്പെട്ടാൽ കുഴപ്പമില്ല. അല്ലാത്ത സമയങ്ങളിൽ ഇങ്ങനെ അനക്കിയാൽ ആ രണ്ടക്ഷരം പുറപ്പെട്ടാൽ നിസ്കാരം ബാത്തിലായി പോകും. നല്ല ശ്രദ്ധ വേണം. മറ്റൊന്ന്, ഫർളായ ഒരു കാര്യം അമിതമാക്കലോ അല്ലെങ്കിൽ കുറക്കലോ മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാവും. ഒരു രണ്ടെണ്ണം ചെയ്തു, സുജൂദ് രണ്ടെണ്ണം ഉണ്ട്, അതിലാറ് കൂടുതൽ ചെയ്തു. ഇങ്ങനെയുള്ള കൂടുതൽ പ്രവർത്തനം അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായി ഒരാൾ ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. അതേപോലെ ഒരു റുക്കു ഒഴിവാക്കിയാണ്ട് ഒരാൾ നേരെ സുജൂദുക്ക് പോയി, മനഃപൂർവ്വം ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. മറന്ന് ചെയ്താൽ ഓനത് മടക്കിയിട്ടുണ്ടെങ്കിൽ നിസ്കാരം ബാത്തിലാകൂല, ഇല്ലെങ്കിൽ ബാത്തിലാകും. ശ്രദ്ധിക്കേണ്ട കാര്യം. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഷർത്ത് നിസ്കാരത്തിൽ മിസ്സായിപ്പോയി. ഇപ്പൊ നിസ്കരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഭയങ്കര കാറ്റങ്ങൾ അടിച്ചിട്ട് ഔറത്ത് അങ്ങോട്ട് പോയി. ഔറത്ത് മറക്കൽ നിസ്കാരത്തിന്റെ ഷർത്താണ്. പെട്ടെന്ന് അത് മറക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നിസ്കാരത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കുറെ നേരം അതിങ്ങനെ വെളിവായി നിന്ന അവസ്ഥ വന്നാൽ നിസ്കാരം ബാത്തിലായി പോകും. അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ ഇടയിൽ ഒരാൾക്ക് സംശയം, ഞാൻ നിയ്യത്ത് വെച്ചുക്കണോ അല്ലെങ്കിൽ തക്ബീറത്തുൽ ഇഹ്റാം ഞാൻ ചൊല്ലിയിട്ടുണ്ടോ, ഈ രണ്ട് ഫർളുകളിൽ സംശയിക്കലോടുകൂടിയും നിസ്കാരം ബാത്തിലാവും. അല്ലാഹു തആല നല്ല രൂപത്തിൽ നിസ്കരിക്കാനും ആ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് നിസ്കരിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.